Hello, lovely morning to all of you. So I welcome to my YouTube channel Glam Goda Sinduja. ഇന്ന് ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം മോർണിംഗ് ടൈമാണ്, എണീറ്റ് കഴിഞ്ഞ് മടി പിടിച്ചൊഴിവ് എണീറ്റു. പിന്നെ ഓഫ് കോഴ്സ് ഒരു കോഫി വേണം എനിക്ക്, എൻ്റെ ഒരു റുട്ടീൻ്റെ ഭാഗമാണ് കോഫി അല്ലെങ്കിൽ ബൂസ്റ്റ്. ഇന്ന് ഐ ആം ഗോയിങ് ഫോർ കോഫി. പിന്നെ നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രീം, നമ്മുടെ സ്വന്തം ആൾ VLCCയുടെ ഈ പ്രോ ബ്രൈറ്റ് ഗിക്ക ക്രീം, അതും കൂടെ അപ്ലൈ ചെയ്യണം. രാവിലെ തന്നെ, രാത്രി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊന്ന് പിടിച്ചതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യണം, പോയൊന്ന് കുളിക്കണം, കുളിച്ച് നനച്ച്. പക്ഷെ അതിന് മുമ്പ് ഞാനാണെങ്കിൽ എൻ്റെ കുറച്ച് സാധനങ്ങൾ ഗെറ്റ് റെഡി വിത്ത് മീല്, ഇന്നത്തെ ഒക്കേഷൻ ഒരു പാർട്ടി ഒക്കേഷനാണ്. അങ്ങനെ ഇന്നലെ രാത്രി പോയി ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്തിരുന്നു. അതിലൊരു ഐറ്റമാണ് ഈ സാധനം. അതെന്താണെന്നുള്ള കാണിച്ചു തരാം. അതായത് എ പെയർ ഓഫ് പാർട്ടി വെയർ ഷൂസ്. നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ഗ്ലിറ്ററും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഹീലും ഉണ്ട്, ഹീല് വേണ്ടവർക്ക്. കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാ ഗ്ലിറ്റർ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ വീഡിയോയ്ക്കകത്ത്. പക്ഷെ ഒരു നല്ല ഫാൻസി പർപ്പസിന് മാത്രമുള്ളൊരു ഷൂ ആണ്. അപ്പോൾ ഞാൻ ഈ സംഭവം ഒപ്പിച്ചത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വട്ടിയൂർക്കാവ് മാർക്കറ്റിന് ഓപ്പോസിറ്റ്, അതായത് എക്സാക്ട്ലി പറഞ്ഞാൽ ജയകുമാർ ടെക്സ്റ്റൈൽസിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഒരു കടയുണ്ട്, ചോയ്സ് ഫുട്വെയർ എന്ന് പറഞ്ഞാൽ. അവിടെ നിന്നാണ് ഞാനിത് ഒപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ സിറ്റിയിൽ പോയെങ്കിൽ എനിക്ക് പർപ്പസ് സെർവ് ആവത്തുള്ളായിരുന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് എനിക്കൊരു പാർട്ടി വെയർ ഹീൽ ഷൂ വേണമെന്ന് ഉള്ള ഒരു ലോജിക്കിൽ ഞാൻ പോയി. പക്ഷെ ലക്കിലി എനിക്കിവിടെ കിട്ടി. ഇതിൻ്റെ കാശും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം താല്പര്യമുള്ളവർ. പക്ഷേ ഈ കടയിൽ തീർച്ചയായും നിങ്ങൾ പോകണം, കാരണം ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്, കാഷ്വൽ ഷൂസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കടയുടെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ചോയ്സ് ഫുട്വെയർ എന്ന് പറഞ്ഞാണ്. വട്ടിയൂർക്കാവിലാണിത് വരുന്നത്. അപ്പോൾ വട്ടിയൂർക്കാവ് ബേസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ നിങ്ങൾ തീർച്ചയായും പോകണം. നല്ല വൈറ്റ് കളക്ഷൻസ് ഉണ്ട്, പോയി എന്ത് ചെയ്യുക, എടുക്കുക. ഇതൊക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു സംഭവം ഞാൻ അവസാനം കാണിക്കാം. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു ഷൂ. കടയുടെ പേര് എല്ലാവരും ഓർക്കുമല്ലോ. എല്ലാവരും പോയി സഹകരിക്കുക, ആ കടയിൽ നിന്ന് പർച്ചേസുകൾ ചെയ്യുക, നല്ല ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. സോ എൻ്റെ പേര് പറയുക. സോ ഓക്കെ, അപ്പോൾ ഇതല്ല മാർക്കറ്റിംഗ് അല്ല, ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീല് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നതേ ഉള്ളൂ. നല്ല ഷൂ ആണത്, പാർട്ടി വെയറിന് യൂസ് ആവും. പക്ഷെ അല്ലാത്ത കാഷ്വൽ വെയർസും ഉണ്ട് അവിടെ. സോ യു ക്യാൻ ട്രൈ. ആ ഷൂ ഞാൻ ഒരിക്കൽ കൂടെ കാണിക്കും. ഇവിടെ നേരത്തെ അത്ര അതിൻ്റെ ബ്യൂട്ടി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി കാണില്ല. നല്ല ഗ്ലിറ്റർ ഉണ്ട്, നല്ല പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യുക. ഇതുപോലെ അത്യാവശ്യം നല്ല കളക്ഷൻസ് അവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ പോവുക, ചോയ്സ് ഫുട്വെയർ. കണ്ടോ, ഇപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഗ്ലിറ്റർ വിസിബിൾ ആവുന്നത്. നേരത്തെ അത്ര ഒരു വിസിബിലിറ്റി ഇല്ലായിരുന്നു. ചോയ്സ് ഫുട്വെയർ വട്ടിയൂർക്കാവ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡ്രസ്സ് കിട്ടിയത് ഗിഫ്റ്റാണ്. എൻ്റെ മമ്മിയുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അതൊരു സ്ലീവ്ലെസ് പീസാണ്. നല്ല ഒരുമാതിരി ഈ ഫ്രിൽഡ് ടൈപ്പ്, താഴെ കണ്ടോ ഇങ്ങനെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉള്ളത്. സ്ലീവ്ലെസ് ആണ്, കെട്ടുണ്ട്. ഇതെവിടെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചോദിക്കുക, ഞാൻ പറയാം. ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലുക്ക് അറിയും. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ്. ഇതാണ് ഞാനിന്ന് പാർട്ടിക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സ്. പിന്നെ ഇറ്റ് കംസ് വിത്ത് എ ജാക്കറ്റ് ഓർ കോട്ട്. ഇങ്ങനൊരു ജാക്കറ്റ് വരുന്നുണ്ട് അതിൽ, കണ്ടോ, നല്ല രീതിക്കൊരു ജാക്കറ്റ് വരുന്നുണ്ട്. ജാക്കറ്റിലും കെട്ടുണ്ട്, ടൈ ചെയ്യാം, നമുക്ക് റാപ്പ് ഔട്ട് ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ്. എൻ്റെ ഭംഗി അറിയണമെങ്കിൽ ഇട്ട് കഴിഞ്ഞാലേ അറിയൂ, ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂട്ടത്ത് ഞാൻ ഇത് നമ്മുടെ ജയകുമാർ, ആ ചോയ്സിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു കടയിൽ നിന്ന് ഞാൻ എടുത്ത ഒരു പാഡഡ് അല്ലാത്ത ഒരു സ്പോർട്സ് ബ്രാ ടൈപ്പ്. പിന്നെ എനിക്ക് ജിമ്മിൽ പോകാനൊരു ഉദ്ദേശമുണ്ട്, കാരണം ഈ പാർട്ടിക്കൊക്കെ അടിച്ച് കഴിഞ്ഞ് കട്ടയ്ക്ക് അടിച്ച് അടുത്ത ദിവസം തൊട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊരു ജിം ടവല് ഞാൻ മേടിച്ചു. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം പറഞ്ഞ ഡ്രസ്സിൻ്റെ കൂട്ടത്തിടാൻ ഒരു പാട്ടിയാല ടൈപ്പ്, ഒരു കുർത്തിയല്ല സോറി, ഒരു ലെഗിൻസ്, പാട്ടിയാല ടൈപ്പ്. ഇത് ഞാൻ ജയകുമാറിൽ നിന്നാണ് എടുത്തത്. അപ്പം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് തീർച്ചയായും കാണിക്കും. അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ, എൻ്റെ ക്രീമൊക്കെ അത്യാവശ്യം പിടിച്ചു എന്ന് തോന്നുന്നു. പിന്നെ ഞാനൊന്ന് എന്തോന്നാണ് ഇത് നെയിൽ പോളിഷ്, ഇത് പാർട്ടിയുടെ ഭാഗമായിട്ട് ഇട്ടതാ, അല്ലെങ്കിൽ ഞാൻ അധികം ഇടാറില്ല. നിങ്ങളെൻ്റെ റീൽസും വ്ളോഗ്സും ശ്രദ്ധിച്ചറിയാം. അപ്പോൾ ഫാൻസി സ്റ്റോറിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്.
അതും വട്ടിയൂർക്കാവ് പരിസരത്തിൽ നിന്ന് തന്നെയാണ് ഇന്നലെ ലാസ്റ്റ് മിനിറ്റ് ഒരു പർച്ചേസ് നടത്തിയത്. ഞാൻ കാണിക്കാം. അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇതിൻ്റെ പുറകോട്ടുള്ള ബാക്കിലോട്ടുള്ള വ്ലോഗിനകത്ത് അത് വരും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോയി എന്ത് ചെയ്യുക, ഫട്ടാഫട്ട് ഒന്ന് കുളിക്കട്ടെ. കുളിച്ച് ഒന്ന് ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ വരാം. അതിന് ശേഷം ഫാൻസി സ്റ്റോറിൻ്റെ ആക്സസറീസ് പർച്ചേസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ. പിന്നെ ഇന്നലെ കുറച്ച് പർച്ചേസ് ചെയ്തിരുന്നു, കുറേ സാധനങ്ങൾ, അതായത് ഫാൻസി ആക്സസറീസ്. ഇത് ഞാൻ മേടിച്ചത് ഇങ്ങനെ ചുമ്മാ പോവായിരുന്നു പാസ് ചെയ്ത്. അപ്പോൾ സമന്വയെന്നൊരു ഫാൻസി സ്റ്റോർ ഉണ്ട്. ഇത് വരുന്നത് കറക്റ്റ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ, വട്ടിയൂർക്കാവ് തോപ്പുമുക്ക് പോകുന്ന ജംഗ്ഷനിലാണ്. അന്നേരം നമ്മുടെ ജി ബേക്കറിയുടെ ഒക്കെ കുറച്ച് തൊട്ട് ഇപ്പുറത്ത് ആയിട്ട് വരും. അന്നേരം ഞാൻ മേടിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. അതായത് ഒരു കെന്റ് ഓഫ് ലണ്ടൻ്റെ ഈ ഷെയ്ഡ് വരുന്നൊരു ലിപ്സ്റ്റിക്ക് ഞാൻ മേടിച്ചു. ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഭയങ്കര ഫാനാണ് ഞാൻ. എത്ര മേടിച്ചു കൂട്ടിയാലും എനിക്ക് മതി വരില്ല. അപ്പോൾ ആ സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്നലെ ഇട്ട്, കാരണം ലാസ്റ്റ് മിനിറ്റ് ഇട്ട ഇറ്റ്സ് ലേഡീസ് മാറ്റർ. നമുക്കറിയാം അത് ഒന്നെങ്കിൽ അത് ഡാമേജ്ഡ് ആയി പോകും, നമ്മൾ ക്ഷമയില്ലാതിട്ട്. അപ്പം ഞാൻ ഇന്നലെ ഇട്ടു. അത് ഡാസ്ലറിൻ്റെ നെയിൽ പോളിഷാണ്. പിന്നെ എൻ്റെ കയ്യിൽ ലാക്മിയുടെ മാറ്റ് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ ഞാൻ അതിൻ്റെ കോമ്പാക്ട് ഉണ്ട് നോക്കിയിട്ട് കണ്ടില്ല. അപ്പം അതേ കടയിൽ ഞാൻ ഡാസ്ലറിൻ്റെ ക്ലാസിക് വേരിയൻ്റ് ഒരു കോമ്പാക്ട് പൗഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ലാക്മിയുടെ ഫൗണ്ടേഷൻ എനിക്ക് നേരത്തെ ഉള്ളതാണ്, പക്ഷെ അതിൻ്റെ വേരിയൻ്റാണ് യൂസ് ചെയ്യാറ്. ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ മേടിച്ചു. പിന്നെ ഈ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു റിങ് ഞാൻ മേടിച്ചു. അത് മാത്രമല്ല ഇത് ഞാൻ മേടിച്ചു, കറക്റ്റ് ഡ്രസ് കോഡിൻ്റെ ഒരു റിങ്ങും കൂടെ. പിന്നെ കൺസീലർ എനിക്ക് നേരത്തെ ഉള്ളതായിരുന്നു, ബ്ലൂ ഹെവൻ്റെ. പിന്നെ ലാക്മിയുടെ 9 to 5 സൺ എക്സ്പേർട്ട് ടിൻറ്റ് ഹിൻറ്റ് SPF 50 PA+. ഇപ്പോൾ സൺസ്ക്രീൻ അത്യാവശ്യമാണ്, നമുക്ക് ഓൾറെഡി ടാൻഡായി നിങ്ങൾ ഫേസിലൊക്കെ കണ്ട കേസാണ്. പിന്നെ ഡാസ്ലറിൻ്റെ ഒരു ഐലൈനർ വാട്ടർ പ്രൂഫ്. പിന്നെ ഞാൻ മേടിച്ചത് പൊട്ടാണ്, പൊട്ടിൻ്റെ കളക്ഷൻ. പൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇങ്ങനത്തെ ക്രിസ്റ്റൽ ഡ്യൂ ഡ്രോപ്പ് പൊട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഞാനൊരു പൊട്ടും കൂടെ മേടിച്ചു. ഇനി അത് മാത്രം ബാക്കി വെക്കേണ്ടതാണ്. പിന്നെ ഹെയർ സ്റ്റൈൽ ഞാൻ കാണിക്കാം, അതിന് വെക്കാനൊരു ചെറിയൊരു ഹെയർ ആക്സസറി. പിന്നെ വള ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് യൂപിൻ. മസ്കാര എനിക്ക് തീർന്നിരുന്നു, മസ്കാര മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോന്നാ, ഹെയർ റബ്ബർ ബാൻഡ്. ലിപ് ബാം അത്യാവശ്യമാണ് നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ ഹെയർ പിൻ. അതെ, പിന്നെ ഒരു ആമയുടെ ഒരു ചെയിൻ. ഇത് ഞാൻ റീലിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് കണ്ടപ്പോൾ എനിക്കൊരു ഭംഗിയുള്ളതുകൊണ്ട് മേടിച്ചതാണ്, ആമയുടെ പാറ്റേണുള്ള. അതിപ്പോൾ നമ്മുടെ ഈ ഫ്രെയിം വർക്കിൽ വരുന്നില്ല, എന്നാലും ഇരിക്കട്ടെ മേടിച്ചിട്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഒരു മെയിൻ സാധനം ഞാൻ കാണിക്കാൻ വിട്ടുപോയി, നമ്മുടെ ഓർണമെന്റ് സെറ്റ്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിൻ്റെ ഞാൻ കാണിച്ചില്ലെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു പ്രശ്നം, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ബീഡഡ് ആയിട്ടുള്ളൊരു ചെയിനാണ്. എൻ്റെ ഇതിന് എക്സാക്ട് മാച്ച് ആവും, കറക്റ്റ് നമുക്ക് കിട്ടത്തില്ല. ലേഡീസിൻ്റെ കാര്യങ്ങൾ അറിയാം, നമ്മൾ കറക്റ്റ് ഡ്രസ്സിൻ്റെ മാച്ചിട്ട് കൊണ്ടിടും. പക്ഷെ എന്നാലും ഏകദേശം നല്ലൊരു ചോക്കർ ടൈപ്പ്. ഞാൻ ചോക്കറിൻ്റെ ഒരാളാണ്. പിന്നെ ഇയറിങ്സ്, പിന്നെ ഒരു മാങ് പീക്ക, നമ്മുടെ ഈ ഇതും കൂടെ വരുന്നുണ്ട്, മറ്റേ നെറ്റിച്ചുട്ടി പോലെ. ഇപ്പോൾ അത്യാവശ്യം പാർട്ടിക്ക് പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചിരിക്കുന്നത് സമന്വയ എന്നാണ്, സമന്വയ ഫാൻസി സ്റ്റോറ്. അപ്പോൾ ഈ ലൊക്കാലിറ്റിയിൽ ഏകദേശം ഉള്ളവർക്കൊക്കെ പോയി പർച്ചേസ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു കടയാണത്. പിന്നെ നമ്മുടെ ഈ ഹെയർ ആക്സസറീസ് വരുമ്പോൾ അത്ര ഇല്ല. എനിക്കിപ്പോൾ ഒരു ക്രിസ്ത്യൻ ടീം ബേസ്ഡ് ഒരു പാർട്ടിക്കായിരുന്നു എനിക്ക് വൈകിട്ട് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഹെയർ ആക്സസറീസ് നോക്കിയിട്ട് അവിടെ ഇല്ല. ബാക്കി ഏകദേശം എല്ലാ കാര്യങ്ങളും ഉണ്ട്. കാണാമെന്ന് വിചാരിക്കുന്നു. ഇത്രയും ഞാൻ മേടിച്ചു കൂട്ടിയ സാധനങ്ങളാണ്. ഒരു കാര്യം കാണിക്കാൻ ഞാൻ വിട്ടുപോയി, ഞാൻ കാണിച്ചു തരാം. അതായത് പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ ഞാൻ വിട്ടുപോയി. ഇതാ, അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ ഫാൻസി ആക്സസറീസിനകത്ത് ഞാൻ മേടിച്ച സാധനം.
ഫാൻസിയുടെ ഒരാളാണ് ഞാൻ. എന്ത് ഒക്കേഷൻസ് ഉണ്ടെങ്കിൽ ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് ടു ബൈ ദ ആക്സസറീസ് വിച്ച് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഡ്രസ് ഫോർ മീ. ഡ്രസ്സ് പോലെ എനിക്ക് ഏറ്റവും ക്രേസ് ഉള്ള സാധനങ്ങളാണ് ഈ ഫാൻസി ആക്സസറീസ്, മാച്ചിങ്ങിനുള്ള സാധനങ്ങൾ. പിന്നെ ഇതെനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഹിമാലയയുടെ ഒരു ഇതാണ്, കാജലാണ്. അപ്പൊ ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. ഇനി നമുക്ക് ഒഴുക്കത്തിലേക്ക് കടക്കാം. ഒഴുകി കഴിഞ്ഞുള്ള ലുക്ക് നമുക്ക് നോക്കാം. ഓക്കെ, തുടങ്ങാം. ആദ്യം നമുക്ക് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. സൺസ്ക്രീൻ ഞാൻ ലാക്മിയുടെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം അത് വച്ചേക്കണം. നോക്കാം. ലാക്മിയുടെ ഇറ്റ്സ് എ കൂൾ വൺ. നല്ലൊരു പ്ലസന്റ് മണവും. ഫോർ ദാറ്റ് മാറ്റർ വി കൻ യൂസ് ലോട്ടസ് ഓൾസോ. ലാക്മി പ്രോഡക്ട്സ് ഞാൻ പോകുന്നിടത്ത് അവൈലബിൾ അല്ലാത്തപ്പോൾ ഞാൻ ലോട്ടസും യൂസ് ചെയ്യാറുണ്ട്. സോ ലോട്ടസ് ഈസ് ഓൾസോ എ ഗുഡ് ബ്രാൻഡ്. ഇതിട്ട് മിനിമം ഒരു 5 മിനിറ്റ് കഴിഞ്ഞേ നമ്മൾ മോയ്സ്ചറൈസർ ഇടാവൂ. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. പിന്നെ നമ്മുടെ ടൈം പെർമിറ്റ് ചെയ്യുന്ന പോലെ. പിന്നെ ഞാൻ ഇത്രയൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ബട്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു അറ്റൻഡ് എ പാർട്ടി, റൈറ്റ്, വെർ ഐ ആം നോട്ട് ദ പാർട്ടി ഫിഗർ. മീൻസ് പാർട്ടിക്കകത്ത് മെയിൻ ആയിട്ടുള്ളൊരു ബ്രൈഡോ ഒന്നുമല്ല ഞാൻ. അപ്പം എനിക്ക് അത്യാവശ്യം സിമ്പിളായിട്ടൊന്ന് ചെയ്യണം. സോ ഞാൻ ഇതുകൊണ്ട് ഒതുങ്ങി. ചില ആൾക്കാർ കുറച്ചുകൂടെ റോ മെറ്റീരിയൽസ് ഒക്കെ മേടിച്ച് ചെയ്യും. ബട്ട് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. എ സിമ്പിൾ വൺ. ഇത് ശരിക്കും നമുക്ക് പിടിക്കണം. ഇത് കുറച്ചു നേരം പിടിച്ചതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. വെയിറ്റ് ചെയ്യാം. അപ്പം അത് സെറ്റായി. ഏകദേശം ഒരു 5-10 മിനിറ്റ്സ് ആയിട്ടുണ്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട്. പിന്നെ നമ്മൾ ഈ സൺസ്ക്രീൻ എഫക്റ്റീവ് അല്ല എന്ന് പറയാൻ ചിലവർക്കൊരു മിസ്നോമർ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എവരി 3 to 4 hours ഇത് അപ്ലൈ ചെയ്യണം. അത് ഇപ്പം ഞാൻ 10:52 മോർണിംഗ് ആണ് ഞാനിത് അപ്ലൈ ചെയ്തത്. ഒരു 1 മണിയാകുമ്പോൾ വീണ്ടും നമുക്ക് കിട്ടുന്ന ഒരു ഗ്യാപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ടാനിങ് കൂടുതൽ എടുത്തിറങ്ങി. പലരുടെ ഒരു തെറ്റിദ്ധാരണ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് മേക്കപ്പ് ഇട്ട് പിന്നെ വെയിലത്തങ്ങ് ഇറങ്ങാം. പക്ഷെ അതിന്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ 3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇത് അപ്ലൈ ചെയ്യണം. മേക്കപ്പിന്റെ പുറത്താണെങ്കിലും അതല്ലാതെയാണെങ്കിലും, എന്നാൽ മാത്രമേ നമുക്കൊരു എഫക്റ്റ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ മോയ്സ്ചറൈസർ ആണ്. പക്ഷെ കോമ്പാക്റ്റിന്റെ മിറർ വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു ഇടുന്നു. പോൺസിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ ഒരു ബേസ് ആയിട്ട് അത്യാവശ്യമാണ്. നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഹാർഷായിട്ടുള്ള മേക്കപ്സ് ഒക്കെ ഇടുമ്പോൾ വി ഷുഡ് യൂസ് ദിസ്. പലരും ഇത് സ്കിപ്പ് ചെയ്ത് ജസ്റ്റ് ഒരു കോമ്പാക്റ്റും പിന്നെ എന്തോന്നാണ് ഒരു ഫൗണ്ടേഷനും ഇട്ടങ്ങ് പോകും. പക്ഷെ അങ്ങനെയല്ല. സ്കിന്നിന് നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മേക്കപ്പ് പോയാലും നമുക്ക് ആവശ്യമുള്ളൊരു സംഭവമാണ് നമ്മുടെ ബേസ് സ്കിൻ. അപ്പം അത് ഡാമേജ് ആവാതെ നോക്കേണ്ട ഒരു പരിപാടി മോയ്സ്ചറൈസർ തരും. ഡൺ. അതും കഴിഞ്ഞ് ഇനി അടുത്ത് വരുന്നത് കൺസീലറാണ്. കൺസീലർ ബ്ലൂ ഹെവൻ്റെ അപ് ടു 12 hour സ്റ്റേ ആണ്. ലിക്വിഡ് ടൈപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് നമ്മൾ എടുത്തിട്ട് നമുക്ക് ഡാർക്ക് സർക്കിൾ പിന്നെ എന്തെങ്കിലുമൊക്കെ മാർക്സ് അതൊക്കെ ഹൈഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ സെർവ് ദ പർപ്പസ്. എൻ്റെ സ്കിന്നിപ്പോൾ അത്ര മാർക്സും അങ്ങനൊന്നും ഉള്ളതല്ല. പക്ഷെ എനിക്ക് ഡാർക്ക് സർക്കിൾ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യണം. സോ ഐ ആം ഡൂയിങ് ദാറ്റ്. എന്നിട്ട് നമ്മളിത് കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ വെച്ചില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുക്കുക ഫിംഗർ വെച്ച്. അല്ലെങ്കിൽ പിന്നെ ആ സാധനം കംപ്ലീറ്റ് അങ്ങ് പോകും. പിന്നെ നമ്മൾ ഇടാത്തതും കണക്കാണ്. ജസ്റ്റ് അത് ആയിട്ടൊന്ന് ജസ്റ്റ് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ എനിക്കൊരു പെർഫെക്ഷൻ കൈ കൊണ്ട് ചെയ്യുന്നതാണ്. സോ ഐ ഡു.
ലാസ്റ്റ് നമുക്കൊന്ന് ടച്ചപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആണ് ലാക്മിയുടെ ഫൗണ്ടേഷൻ ഫോർ എവർ മാറ്റ് വേരിയൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് നൈറ്റിലൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം ഇത് നമുക്ക് മറ്റേ ഇതിട്ട് ബ്രഷ് ഇട്ട് ചെയ്യാം. നൈറ്റ് പാർട്ടീസിനൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു ഡേ ടൈം ഒക്കെ ആണെങ്കിൽ നമ്മൾ അത്യാവശ്യത്തിന് മതിയല്ലോ. പിന്നെ ഇയേഴ്സും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യണം ഇതെന്ത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് മാത്രം എടുത്ത് എന്ത് ചെയ്യും, ഒരു ഓഡ് വൺ ഔട്ടായിട്ട് കാണിക്കും. പിന്നെ നെക്കും ശ്രദ്ധിക്കണം. കയ്യിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്ര കാണിക്കുന്നുള്ളൂ. കയ്യിൽ വേണമെന്നുള്ളവർക്ക് കയ്യിലും യൂസ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് വരുന്ന സംഭവം നമ്മുടെ ഐലൈനർ. അങ്ങനെ നമ്മുടെ ഐലൈനറുമായി. ഇനി നമ്മുടെ കാജൽ, കൺമഷി. ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, കണ്ണുമായി. ഇനി പൊട്ടിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ വരും, ഏത് വെക്കണം. ഞാൻ കുറേ പൊട്ടൊക്കെ മേടിച്ചുകൊണ്ട് വരും, പക്ഷെ അവസാനം ഇതിൽ ഏത് വെക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ, ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും. അതിപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. ഞാൻ ഇത് വെച്ചിട്ട് എനിക്ക് സൂട്ടായില്ലെങ്കിൽ ഞാൻ ക്രിസ്റ്റലിലേക്ക് തന്നെ പോകും. ഭംഗിയുണ്ടത്. എനിക്ക് ഒരുപാട് വലിയ പൊട്ടുകളൊന്നും ജംഗ്ലി ഡിംഗ്ലി വലിയൊന്നും വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ക്യൂട്ടായിട്ട് എനിക്ക് ഇതാണ്, ഇതിൻ്റെ ഒരു ആരാധകയാണ് ഞാൻ. ക്രിസ്റ്റൽ വൈറ്റ് ഡ്യൂ ഡ്രോപ്സിൻ്റെ ടൈപ്പ്. അത് എവിടെ കണ്ടിട്ട് ഞാൻ മേടിച്ചു. എനിക്ക് ഇഷ്ടമാണ്.
ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയായി. നമുക്ക് യൂസ് ചെയ്ത സാധനങ്ങൾ അങ്ങ് മാറ്റാം, കവറിലേക്ക് തന്നെ മാറ്റാം, അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ. ഈ ടാറ്റ ബൈ ബൈ ടു ദിസ് ടോട്ടോയ്സ് വാല ചെയിൻ, കാരണം അതിപ്പോൾ ആവശ്യമില്ല, നമുക്ക് ഇതിനെ പിന്നെ എടുക്കാം. ഇരിക്കട്ടെ. ബൈ ബൈ 9 to 5 സൺസ്ക്രീൻ. ഒട്ടും നമ്മുടെ കയ്യിൽ നമ്മൾ ഹാൻഡിൽ വെക്കണം, നമ്മുടെ പാർട്ടി കൊണ്ടുപോകുന്ന ഹാൻഡ് ബാഗിൽ അല്ലെങ്കിൽ സ്ലിങ്ങിൽ. കാരണം ഒരുപക്ഷെ ഈ പൊട്ട് ചതിച്ചാൽ നമുക്ക് വേറെ എന്ത് ചെയ്യണം, വയ്ക്കണം. സോ അത് ഇരിക്കട്ടെ. ഐലൈനർ വേണ്ട, ഓൾറെഡി ഇറ്റ്സ് ഡൺ. കൺസീലർ വേണ്ട. നമ്മൾ ഈ സൺസ്ക്രീൻ ആ ബാഗിലേക്ക് മാറ്റണം. കഴിഞ്ഞ വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണല്ലോ. ഫോർഗോട്ട്, ഞാൻ തന്നെ ഡയലോഗ് പറഞ്ഞിട്ട് ഫോർഗോട്ട് ചെയ്തു. മോയ്സ്ചറൈസർ നമുക്ക് വേണ്ട. ഇത് ബൈ ബൈ, നമ്മുടെ ഹോം കിറ്റിൽ തന്നെ വെക്കുക. ഇത് പോട്ടെ. കോമ്പാക്റ്റ് അപ്ലൈ ചെയ്തില്ല, വേറെ എല്ലാം ചെയ്തു, കോമ്പാക്റ്റ് ചെയ്തില്ല. കോമ്പാക്റ്റ് നമ്മുടെ കയ്യിൽ വെക്കുക, ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ. വള, വളയുടെ ഒരു ഫാനാണ് ഞാൻ. അപ്പം വളയിടാം, വാച്ച് വേണ്ട ഇന്നത്തെ ഒക്കേഷനിൽ. ഓക്കെ, ഇനി ഞാൻ ഒറ്റ വളയാണ് നോക്കി നടന്നത്, പക്ഷെ ഒറ്റ വള കിട്ടിയില്ല. അത് പോട്ടെ. ഹെയർ സ്കിൻ ഇതൊക്കെ നോക്കാം. മസ്കാര യൂസ് ചെയ്തില്ല, അതാണ് എന്തോ ഒരു മസ്കാര. നൈറ്റെക്സിൻ്റെ ആണ് എനിക്ക് ഇന്നലെ കിട്ടിയത്, ലാക്മേയുടെ കിട്ടിയില്ല. പിന്നെ നമ്മൾ എത്ര ഒഴുങ്ങിയാലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഐലൈനർ ടച്ച് ആയിരിക്കും. അതൊക്കെ നമ്മൾ പിന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അവസാനം സ്മഡ്ജ് പോലെ വരും, ഇതൊക്കെ സ്വാഭാവികമാണ്. സോ നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തേക്കുക. അതുണ്ടാവും. ഐലൈനർ നമുക്ക് ഇച്ചിരി കൂടെ ടെയിൽ എൻഡിൽ ടച്ച് ചെയ്യാം. ലിപ്സ്റ്റിക്കും കൂടെ. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ലിപ് ബാം യൂസ് ചെയ്യുക. ആ കാര്യം എന്നാ, അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചുണ്ട് നമ്മുടെ കുറച്ച് കറുക്കാന്നുള്ള ചുണ്ടിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടെയാണ് ലിപ് ബാം. ഞാനിപ്പോൾ ഹിമാലയയുടെയാണ് യൂസ് ചെയ്യുന്നത്. ലിപ് ബാം നമ്മുടെ ബാഗിൽ വേണമെങ്കിൽ വയ്ക്കാം, കൊണ്ടുപോകുന്ന ചുണ്ട് ഡ്രൈ ആവാതിരിക്കാൻ. കെൻറ്റിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ്. ലിപ്പ് ലൈനർ വേണമെങ്കിൽ ലിപ്പ് ലൈനർ യൂസ് ചെയ്യാം. ഞാനത് എടുത്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ബാഗിൽ വെച്ചേക്കാം. കാരണം നമ്മൾ വല്ല ഫുഡിങ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്യണമെങ്കിൽ. സോ വി നീഡ്
ഇനി നമ്മുടെ മെയിൻ ഐറ്റം ചെയിനും എന്താ അവസാനം ഇടാന്ന് വെച്ചിരിക്കും. നമ്മുടെ കഴുത്തിലൊക്കെ ഈ ക്രീംസ് ഒക്കെ ഇടുമ്പോൾ ചെയിൻ കൊണ്ടു ടവല് റിമൂവ് ചെയ്യാം, കാരണം ഇത് വെച്ചുകൊണ്ട് കയറ്റുന്ന ലിറ്റിൽ ഡിഫിക്കൽട്ട്. ചെയിനിലാണ് ആ ഒരു രാജകീയത വരുന്നത് കേട്ടോ. Wow. ഇവിടെ എന്തൊരു സാധനം കുത്തുന്നുണ്ട്. വീണ്ടും ഊരിയിട്ട് തന്നെ ഇടണം. അതിലെന്തോ ഒരു ഈ ബോക്സിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഒരു ഇത് പോലെ സാധനം. അത് എങ്ങോട്ട് ഈ സാധനമായിരുന്നു. ബി കെയർഫുൾ വെൻ യു ഗെറ്റ് ദീസ് തിങ്സ്. അത് നമ്മുടെ ത്രോട്ടിലൊക്കെ കിറ്റ ഒരു കമ്പിയായിരുന്നത്. ബെസ്റ്റ്. എൻ്റെ പൊട്ടും താഴെ വേണമെന്ന്. പൊട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞെടുത്തത് ലൈവ് ഉദാഹരണമായല്ലോ. അതിപ്പോൾ നമ്മുടെ പൊട്ട് നമ്മളെ ചതിക്കാം മക്കളെ. അപ്പം അത് നേരത്തെ ഒരു പൊട്ട് കയ്യിൽ വെച്ചേക്കണമെന്ന് പറഞ്ഞൊരു ലൈവ് കാരണം നമുക്ക് ഇതിനകത്ത് തന്നെ വീട്. ഓക്കെ ചലോ ഗുഡ്. ഇനി ഞാൻ എൻ്റെ ഗോൾഡ് ഓർണമെന്റിൽ ബൈ ബൈ പറയട്ടെ. പൊട്ടില്ലെങ്കിലും ഐ എം ലുക്കിംഗ് ലിറ്റിൽ ക്യൂട്ട് ആൻഡ് ഹോട്ട്. ലെറ്റ്സ് സീ. കമ്മല് ഞാൻ കാണിച്ചത്. കമ്മല് നമുക്ക് ഇതിനകത്ത് തന്നെ സേഫായി വയ്ക്കാം. ഈ ബോക്സ് ഗോൾഡാണല്ലോ. മുടി ഞാൻ ഹെയർ ഡ്രൈ യൂസ് ചെയ്യില്ല, കാരണം ഓരോടൊക്കെ എനിക്ക് പണി കിട്ടി ഹെയർ ഫോൾ അങ്ങനെ. അപ്പം അതൊന്ന് കുറച്ച് ഡ്രൈ ആവണം. അല്ലെങ്കിൽ കമ്മൽ മുടി സെറ്റ് ചെയ്തിട്ടിടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കമ്മലൊരു ഇടങ്ങാറുണ്ട്. ഇതാണ് എൻ്റെ കമ്മല്. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല ലുക്കാണോ? എങ്ങനെയാണെന്നുള്ളത് കമന്റ് ചെയ്യുക. ഇനി ഞാൻ
ഹെയർ സെറ്റ് ചെയ്യണം. ഹെയർ സെറ്റ് ഈ മുടി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇച്ചിരി ഒരു സീനാണ്. ഹെയർ സെറ്റിങ് ഞാൻ കാണിക്കാം. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ് അപ്പിയറൻസ്, എൻ്റെ ലുക്കും, എൻ്റെ ചോക്കറും? ആം ഐ ലുക്കിംഗ് ക്യൂട്ട്, ഹോട്ട് ആൻഡ് സെക്സി? ഡ്രസ്സ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സായിപ്പോയി. സോ ഈ ഡ്രസ്സ് തന്നെ ഇടാന്ന് വെച്ച്, അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സിലും കൂടെ ചെറിയൊരു ഹോട്ട്നെസ് കൊണ്ടുവന്നേ. ബട്ട് ഫൈൻ, നമ്മളൊരു ഫാമിലി ആയിട്ട് ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ദർ നീഡ് ടു ബി എ കോഡ് ഓഫ് കോണ്ടാക്ട്, റൈറ്റ്? അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് നമുക്ക് എടുത്തിട്ടുമ്പോൾ നമ്മൾ ഇടുമ്പോൾ കുറച്ചുകൂടെ എന്തോന്നാണ്, നമുക്ക് കുറച്ചുകൂടെ വി ക്യാൻ മേക്ക് ദം ഹാപ്പി. അപ്പോൾ ആ സെൻസിൽ ഞാൻ ഇത് ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ളത് അറ്റയറിലേക്ക് ഞാൻ പോകത്തുള്ളായിരുന്നു. അപ്പം തലയുടെ സാധനം വെയിറ്റിരിക്കുക. തല ഞാൻ കാണിക്കാം. അത്യാവശ്യം വെറ്റാണ്. ഞാൻ ഹെയർ ഡ്രയേഴ്സ് യൂസ് ചെയ്യൂല. കാരണം എൻ്റെ ഹെയറിനാണ് ഒരു വാല്യൂ കൂടുതൽ. നിങ്ങളുടെ റീൽസൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, ഫാൻ ഫോളോയിങ് കൂടുതൽ എൻ്റെ ഹെയറിനാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഹെയർ ഡ്രൈയിങ് ചെയ്ത് പണ്ട് ഉപയോഗിക്കുമായിരുന്നു. ഡ്രയർ സെറ്റപ്പ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അത് ഹെയർ ഫോൾ കൂട്ടുന്നതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല. അപ്പം ഇത് ഉണങ്ങിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ലെറ്റ്സ് വെയിറ്റ്. ഒരു മാങ്ക് തീക്ക, നമ്മുടെ എന്തോന്നാണ് നെറ്റിച്ചുട്ടി, അതും കൂടെ ഫിറ്റ് ചെയ്യാന്ന് വിചാരിച്ച്. അതിനുശേഷം ഹെയറിൻ്റെ കാര്യം ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല. ഡ്രൈ ആയാൽ ചിലപ്പോൾ ഞാൻ ഓൺ ദ സ്പോട്ട് ഓൺ ദ വേ കാറി വെച്ചായിരിക്കും ഹെയർ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇതും കൂടെ ഒന്ന് കാണുക. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? ഇതും കൂടെ സെറ്റ് ചെയ്തപ്പോൾ ലുക്ക്, ചിലപ്പോൾ ഞാൻ ഹെയർ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ബട്ട് ജസ്റ്റ് ഹെയർ സെറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് നോക്കാം. പക്ഷെ ജസ്റ്റ് ഞാനൊന്ന് ഇതും കൂടെ വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സുന്ദരിയാണോ? ഡു കമൻറ്റ്. അപ്പം ഹെയറിൻ്റെ കാര്യം വെയിറ്റിങ്ങിലാണ്. നമുക്ക് ചെയ്യാം, എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ വ്ളോഗ്. ഹെയർ ഉണ്ടെങ്കിൽ ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, അതും കൂടെ ഹെയർ ഉണ്ടെങ്കിൽ മീൻസ് ഹെയറിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാം. അപ്പം 2 തവണ ഒരു ലൈക്ക് മൈ വ്ളോഗ് എന്നൊക്കെ വരും, അത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഫുൾ ലുക്ക് ഞാൻ ഷോർട്സിലിടാം. അപ്പം യൂട്യൂബിലോ ഇൻസ്റ്റയിലോ. അപ്പം ഇൻസ്റ്റ ഫോളോ ചെയ്യുക. അപ്പം എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാ എൻ്റെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സും പ്ലീസ് ഡു ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. പ്ലീസ് ഫോളോ, ലൈക്ക്, ഷെയർ. അപ്പം അടുത്ത നല്ലൊരു ചിലപ്പോൾ ട്രിപ്പായിരിക്കും ഞാൻ അടുത്ത വ്ളോഗായിട്ട് എടുത്താൽ ഞാൻ പോകുന്നത് കോട്ടയം ഇവന്റ് സെന്റർ വരെ. അപ്പം മീൻസ് ആ പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ മുമ്പ് ഞാൻ അടുത്ത വ്ളോഗായിട്ട് ഇടുന്നത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കീപ്പ് ഓൺ സപ്പോർട്ടിങ് മീ, ലവിങ് മീ ലൈക്ക് യു ഓൾ ഡു ഓൾവേസ്. ദിസ് ഇസ് യുവർ ഗ്ലാം ഗോഡസ് സിന്ധുജ സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ. റൊമാൻറ്റിക് ഡേ അഹെഡ്. വിഷിംഗ് യു ഓൾ. അപ്പോൾ ഇതാണ് ഡിയേഴ്സ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ മുടിയൊന്ന് സെറ്റ് ചെയ്തിട്ടില്ല, ഉണങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു നെറ്റി ചുട്ടി ഒരു മാങ് തീക്കെ ഇതും ചുമ്മാ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടു. അപ്പോൾ ഈ ലുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യണം. ഫുൾ ഡ്രസ് ഇതാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ചെരുപ്പ് മറക്കരുത്. ചോയ്സ് ഫുട്വെയറിൽ നിന്നാണ്, അവിടെ പോയി എടുക്കുക. മാക്സിമം കളക്ഷൻസ് ഗ്ലാം ഗോഡസ് സിന്ധുജിയുടെ പേര് പറയാൻ കിട്ടും. ഇപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. കാറി വെച്ച് ഞാൻ ചിലപ്പോൾ എൻ്റെ തല സെറ്റ് ചെയ്യാം. ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ ഹോപ്പ് യു എൻജോയ്ഡ് മൈ വ്ളോഗ്. കീപ്പ് ഓൺ ലൈക്കിംഗ് മൈ വ്ളോഗ്. സോ അൺടിൽ ഐ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ, ദിസ് ഈസ് യുവർ ഗ്ലാം ഗോഡസ് സിന്ധുജ സൈനിങ് ഓഫ്. ലോട്ട്സ് ഓഫ് ലവ്. ബൈ.